അടുത്തത് അഞ്ചാമത്തെ ദീപയോടുള്ള ചോദ്യം. ഒരു വീഡിയോ ആണ്. ഇത് നമ്മുടെ റിമി ടോമി പാടിയ ഒരു ഹിറ്റ് സോങ് ആണ്. വേണി ആണ് ഇതിൻ്റെ മ്യൂസിക്. അപ്പോൾ എന്തുകൊണ്ടും ഒരു ബ്യൂട്ടിഫുൾ സോങ് കണ്ടു, സന്തോഷം. എന്നാൽ ചോദ്യം ഇതാണ്, ഈ പാട്ട് സീനിൽ ദിലീപ് ഒരു ഭരതനാട്യ നർത്തകിയുടെ വേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ? എ ഇല്ല, ബി ഉണ്ട്, സി മാർഗംകളി വേഷത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. മാർഗംകളിയൊന്നും വന്നിട്ടില്ല. ഇല്ല, മോഹിനിയാട്ടത്തിന്റെ ഇതിലേ വന്നിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. തീർച്ചയാണോ? ആ ഇല്ല. ഏ ഇല്ലയാണ് ദീപ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നു. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പൂട്ടി വെച്ചിരിക്കോ? എടുത്തിട്ട് പൂട്ടി. ഇനി ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു, അതിന് ഉത്തരം പറഞ്ഞില്ല. അമ്മ എപ്പോഴും പറയുന്ന കാര്യം കല്യാണം. അമ്മ പറഞ്ഞിരുന്നു MG സാറ് മിക്കവാറും ചോദിക്കും. അമ്മയ്ക്ക് എങ്ങനെ അറിയാം? ഇല്ല, എനിക്കൊന്നും സാറിന്റെ പ്രോഗ്രാം സാറിന് പക്ഷെ ചെറുതിലെ മീൻസ് പാട്ട് പാടുന്ന സമയത്ത് തൈക്കാടൊക്കെ അച്ഛനൊക്കെ അങ്ങനെ അതുവഴിയൊക്കെ അച്ഛനെ കുറച്ച് അതൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ടാണ് അച്ഛൻ അതുവഴി. അയ്യോ, അങ്ങനെ കുടുംബപരമായിട്ട് കുറച്ചൊക്കെ. അല്ല, ഞാൻ പോയിട്ടുണ്ട്. അതെ, കാരണം ഞാൻ അതുവഴി 3:30 മണിയാകുമ്പോഴത്തേക്ക് കൃത്യം എന്റെ സൈക്കിളിൽ ഞാൻ അതുവഴി പോകും. അതുവഴി പോയിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന പിള്ളേരെ കാണുമ്പോഴത്തേക്ക് ഞാൻ അന്ന് ബെല്ലുണ്ടല്ലോ, ട്രിങ് ട്രിങ് അടിക്കും. ഒന്ന് നോക്കിയാ മതി. ഓക്കെ, അന്നത്തെ കാലഘട്ടം അതാണ്. നമ്മളെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ദിവസം സന്തോഷം. പിന്നെ ഭാഗ്യത്തിന് എനിക്ക് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ഓഫീസിൽ അക്കൗണ്ടന്റ് ആയിട്ട് ജോലി കിട്ടി. ഞാൻ BCom കഴിഞ്ഞപ്പോഴേ. അതെവിടാന്നറിയാവോ? ഈ വിമൻസ് കോളേജ് കയറുന്ന എൻട്രൻസിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, ആ മന്ത്രിയുടെ വീടിന്റെ തൊട്ടപ്പുറത്തായിട്ടിരിക്കുന്നത്. ഓ, എന്തൊരു സന്തോഷമായിരുന്നു അറിയോ. അതും സീറ്റ് എവിടെ ആയിരുന്നു അറിയോ? അതിനെ ഫേസ് ചെയ്തിട്ടുള്ള ജനലിനടുത്ത്. അതുകൊണ്ടൊന്ന് സത്യം പറ, ഇത്ര ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെയില്ല. അങ്ങനെ സാറിനെ കുറച്ചൊക്കെ അറിയാന്ന് പറഞ്ഞു. പിന്നെ പ്രോഗ്രാംസ് ഒക്കെ കാണാറുണ്ടല്ലോ സാറിന്റെ. അപ്പൊ പറഞ്ഞു എന്തായാലും ഡീറ്റെയിൽ ചോദിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്തായാലും നീ മിണ്ടി പോരുത്, പറഞ്ഞു കഴിഞ്ഞാൽ പണിയാണ് അല്ലേ? ഇല്ല, അമ്മ എന്താ പ്രാർത്ഥിക്കുന്നത്, എത്രയും പെട്ടെന്ന് ഇതിനൊന്നും അങ്ങോട്ട് പിടിച്ചു കൊടുത്താൽ എനിക്കൊന്ന് ഫ്രീ ആവായിരുന്നു എന്നാ പറയണേ. അപ്പൊ എന്തായാലും എന്റെ അടുത്ത് ഇത് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പേ പറഞ്ഞാൽ മതി, രഹസ്യമായിട്ട് പറഞ്ഞാൽ മതി. അയ്യോ, കാരണം ഇതായിട്ട് പറയണ്ട. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ, ആരോ എവിടെയോ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. എന്റെ അടുത്ത് പറയാന്ന് പറഞ്ഞു. ഇനി ഒട്ടും മറക്കണ്ട, ഇല്ല എന്ന ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പം ഈ 5 ചോദ്യത്തിനും ഉത്തരം പറഞ്ഞ് 10,000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ്.